നമുക്കിന്ന് മസാല ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി പച്ചരി, ഉഴുന്ന്, ഉലുവ ഇത്രയും സാധനങ്ങൾ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം. എന്നിട്ട് നന്നായി കഴുകിയെടുത്ത അരിയാണ്. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നും പിന്നെ 1 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. 3:1 എന്ന റേഷ്യോയിലാണ് അരിയും ഉഴുന്നും എടുക്കേണ്ടത്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കലക്കിയിട്ട് നമുക്കൊരു ഓവർനൈറ്റ് ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, എന്നാലേ നന്നായിട്ടത് ഫെർമെൻ്റായിട്ട് കിട്ടും. ഞാനിവിടെ രാത്രി അരച്ചിട്ടിട്ട് രാവിലത്തേക്ക് ഉള്ള ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഉപ്പ് രാവിലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ചട്നി പൊടി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടിയും ചേർത്ത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 10 കാശ്മീരി മുളക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം എല്ലാം കൂടിയിട്ട് നല്ലോണം ചൂടെല്ലാം പോയാൽ ചെറിയ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായം പൗഡറും കൂടിയും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ചട്നിപ്പൊടി നമ്മൾ ദോശൻ്റെ മേലയിൽ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിപ്പൊടിയാണ്. ഇത് നമുക്ക് ദോശക്ക് ചട്നി റെഡിയാക്കി എടുക്കണം, തേങ്ങ ചട്നി. അപ്പോൾ 2 കപ്പ് തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കണം. പിന്നെ 3-4 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ നമുക്ക് ഒരു 5-6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇടുമ്പം കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത്ര എരിവ് ആവശ്യമില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 3 ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി അധികം വാട്ടിയെടുക്കണ്ട. ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മസാല റെഡിയായി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല നൈസായിട്ടുള്ള, എത്ര നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ടുള്ള ദോശ വേണം നമ്മൾ മസാല ദോശക്ക് ചുട്ടെടുക്കാൻ. പാനിൽ എണ്ണൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് ദോശ ഇതുപോലെ നൈസായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് കല്ല് തുടച്ചതിന് ശേഷം വേണം നമ്മൾ
ദോശ ഒഴിച്ചിട്ട് പരത്തിയെടുക്കാൻ. ഇനി ആവശ്യത്തിന് ഗീ മേലയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ദോശൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്നി പൊടി ഒന്ന് വിതറി കൊടുക്കുക. അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അത് ചട്നിപ്പൊടി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സാരമില്ല, ഇല്ലാണ്ട് തന്നെ ചെയ്താലും നല്ലത് തന്നെയാണ്. പിന്നെ അതും കൂടി ഇട്ടാൽ കുറച്ചും കൂടിയും ടേസ്റ്റ് കിട്ടും. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ മേലയിൽ മസാല കൂടി വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് അങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന പോലത്തെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടിയും ചട്നി പൊടിയും സെർവ് ചെയ്യാം. പിന്നെ തേങ്ങ ചട്നിയും കൂടിയും കൂട്ടിയിട്ട് സെർവ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.